എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഇന്നൊരു കുഞ്ഞ് മോർണിംഗ് വ്ലോഗാണ്. അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ പുറത്ത് അടുപ്പിൽ തീ എത്തിച്ചിട്ട് ചിക്കൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് തീ എത്തിക്കുന്നത്. സാധാരണ ഞാൻ ചോറും പിന്നെ കുടിക്കാനുള്ള വെള്ളമാണ് ഇവിടെ തിളപ്പിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ ഗ്യാസിൽ ചെയ്യും എല്ലാവരെയും പോലെ. അപ്പോൾ ഞാൻ ഇന്ന് ഫസ്റ്റ് ചിക്കൻ കറി വയ്ക്കുന്നത് എന്താണെന്ന് വെച്ചാൽ രാവിലെ പുട്ടിൻ്റെ കൂടെ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഉച്ചത്തെ ലഞ്ചിനും ചിക്കൻ കറി തന്നെയാണ്. പിന്നെ കൂടെ എന്തെങ്കിലും ഒരു ഒഴിച്ചുകറിയും കൂടെ തയ്യാറാക്കാനാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ചിക്കൻ കറി മാത്രമാണ് ഫസ്റ്റ് വയ്ക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ചോറൊക്കെ വെച്ചിട്ട് പിന്നെ വെള്ളം തിളപ്പിക്കാനാണ് ഇരിക്കുന്നത്. അപ്പോൾ അടുപ്പൊക്കെ കത്തിച്ച് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചട്ടി ചൂടായിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നേരത്തെ തന്നെ മസാലയൊക്കെ വിരകി ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് അടപ്പ് കൂടെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതവിടെ ഇരുന്ന് വെന്തോളും. അപ്പോഴത്തേക്ക് കൂടെ കഴിക്കാനായിട്ട് പുട്ടുണ്ടാക്കണം. ഇനി പുട്ട് എന്ന് പറയുമ്പോൾ കപ്പപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മുൻപ് ഞങ്ങളിവിടെ ഈ ഒരു ചട്ടിയൊക്കെ മേടിക്കുന്നതിന് മുൻപ് കുക്കറിൽ ഒരു പ്രാവശ്യം ബീഫ് വേവിച്ചിട്ടുണ്ടായിരുന്നു. വേവ് കൂടുതലായതുകൊണ്ട് കുക്കറിൽ വേവിച്ചു. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അതങ്ങ് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ അതിനുശേഷം ഈ മൺചട്ടി മേടിച്ചതിന് ശേഷം ഇതിൽ തന്നെയാണ് ഞങ്ങൾ മീറ്റൊക്കെ വേവിക്കുന്നത്. മീൻ കറിയൊന്നും വെക്കാറില്ല. ബീഫായാലും മട്ടനോ ചിക്കനോ അങ്ങനെ എന്തുണ്ടെങ്കിലും ഇതിൽ വയ്ക്കും. അത്യാവശ്യം ഒരു 1-1.5 കിലോ ഒക്കെ ചിക്കൻ അല്ലെങ്കിൽ ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടാൻ അത്രയും വലിപ്പമുള്ളൊരു ചട്ടിയാണ്. അപ്പോൾ അതവിടെ ഇരുന്ന് വേകട്ടെ. ആ നേരം കൊണ്ട് ഇനി പുട്ടുണ്ടാക്കണം. അപ്പം ഞാൻ കപ്പയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇതുപോലെ ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. മുൻപ് ഇതൊരു ടാസ്ക്കായിരുന്നു എനിക്ക്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ്. അതിങ്ങനെ കപ്പ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ തൊലി ഇളക്കുമ്പോഴത്തേക്ക് കയ്യിൽ കത്തി കൊണ്ട് മുറിയോ എന്നുള്ളൊരു പേടിയുണ്ട്. ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു എനിക്ക് കപ്പയുടെ തോല് കളയുന്നത്. ഞാൻ പീലർ വെച്ചൊരു പീൽ ചെയ്ത ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയിട്ട് എൻ്റെ തോല് കളയും. പിന്നെ എനിക്ക് പറ്റിയില്ലെന്നുകൊണ്ട് ഞാൻ സഹായിക്കും. ഇന്ന് ഞാൻ എന്തായാലും ആളെ എഴുന്നേൽക്കുന്നതിന് മുന്നേ ഞാൻ തന്നെ ചെയ്തു. അപ്പം മാവ് അരിപ്പൊടി ആദ്യം ഉപ്പൊക്കെ ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് നനച്ച് വെച്ചു. അത് കഴിഞ്ഞിട്ട് കപ്പ ഇതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഗ്രേറ്ററിലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തു. ഇനി ഞാൻ ഇതിലും കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. മാവിൽ കുറച്ച് ചേർത്തതുകൊണ്ട് വളരെ കുറച്ച് ചേർക്കുന്നുള്ളൂ. എന്നിട്ട് അതിൻ്റെ ഈ നീരൊക്കെ ഒന്ന് പുഴിഞ്ഞ് മാറ്റി വയ്ക്കണം. ഒരു 5-10 മിനിറ്റ് വിരകി യോജിപ്പിച്ച് വെച്ചിട്ട് വേണം, അതായത് ഉപ്പ് ചേർത്ത് വിരകി യോജിപ്പിച്ച് വെച്ചിട്ട് വേണം ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ട് അമർത്തി പുഴിഞ്ഞെടുക്കണം. ഇനി അത് ഈ നനച്ച മാവിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ വെള്ളമൊന്നും തളിക്കേണ്ട. ആദ്യമേ നമ്മൾ പുട്ടിൻ്റെ പൊടി നനച്ചല്ലോ, അതിലേക്ക് ഈ കപ്പയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇനിയൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് സാധാരണ പുട്ട് എങ്ങനെ ഉണ്ടാക്കുന്നു അതേ രീതിയിൽ ഉണ്ടാക്കും. അപ്പം മുൻപ് ഞാൻ ഈ വീഡിയോസിലൊക്കെ ഇങ്ങനെ കപ്പ പുട്ടെന്ന് കാണുമ്പോഴത്തേക്കും ഉണ്ടാക്കി നോക്കണം എന്ന് വിചാരിച്ചൊരു റെസിപ്പിയാണ്. അപ്പം ചില സമയങ്ങളിൽ നമുക്ക് കയ്പുള്ള കപ്പ ആയിരിക്കുമ്പോഴത്തേക്ക് അത് തോന്നാറില്ല ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നല്ല കപ്പ കിട്ടുമ്പോഴത്തേക്ക് ഉണ്ടാക്കി നോക്കാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചൊരു റെസിപ്പിയാണ്. ഇപ്പോൾ 2-3 പ്രാവശ്യമായി വീട്ടിൽ ഞങ്ങൾ ഉണ്ടാക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിള്ളേർക്കും നല്ല ഇഷ്ടമാണ്. എല്ലാവരും കഴിക്കുകയും ചെയ്യും. അപ്പോൾ ആ സമയം കൊണ്ട് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി പുട്ടും കൂടെ ആയിക്കഴിഞ്ഞാൽ കഴിക്കാം. അപ്പോൾ ഞാൻ പിള്ളേർക്കൊക്കെ കൊടുത്തതിന് ശേഷമാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോഴത്തേക്കും നന്നായിട്ട് തണുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ കുറ്റി വെന്തിട്ടുണ്ട്. ഇനി പിള്ളേർക്ക് കൊടുത്തിട്ട് വേണം എനിക്ക് കഴിക്കാനായിട്ട്. എല്ലാ ജോലിയും കഴിഞ്ഞിട്ടാണ് ഞാൻ ചില ദിവസങ്ങളിൽ കാപ്പി കുടിക്കുന്നത്. അപ്പോൾ പുട്ടും ചിക്കൻ കറിയും ഒക്കെ റെഡിയായി. ഇനി കാപ്പി കുടിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞൻ വീഡിയോ ഇവിടെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ ചാനൽ കാണുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്